ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനും അതിന്റെ ഡെറിവേഷനുമാണ്. The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction of force. മൊമെന്റം ഒബ്ജക്റ്റിന്റെ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് net applied force is proportional to rate of change of momentum, that is F proportional to delta P by delta T. Proportionality മാറ്റിക്കഴിഞ്ഞാൽ F is equal to delta P by delta T or F is equal to dP by dt. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് F is equal to dP by dt ആണ്. M ഫിക്സഡ് മാസ് ഉള്ള ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട മൊമെന്റം P ഇസ് ഈക്വൽ ടു എം വി. F ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷനിൽ P ഇസ് ഈക്വൽ ടു എം വി എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ F ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി. എം ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് F ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അത് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് F ഇസ് ഈക്വൽ ടു എം എ. ഫോഴ്സ് എന്നത് മാസിന്റെയും ആക്സിലറേഷന്റെയും പ്രൊഡക്റ്റ് ആണ്. ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആ വസ്തു കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടുതലാണെങ്കിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ്. അപ്ലൈഡ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് എപ്പോഴും ആക്സിലറേഷനും ഉണ്ടാകുന്നത്. ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. എന്താണ് 1 ന്യൂട്ടൺ എന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് 1 കിലോഗ്രാമും ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണെങ്കിൽ F is equal to 1 kilogram into 1 meter per second square. That is F is equal to 1 Newton. 1 Newton is the SI unit of force defined as the force required to accelerate a 1 kilogram mass by 1 meter per second squared.